ജോൺ എബ്രഹാമിന്റെ ഒരു സിനിമ OTT റിലീസ് ഉണ്ട്. ടെഹ്റാൻ C5 സ്ട്രീം ചെയ്യുന്നത്. സോ ബേസിക്കലി ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേയുടെ സ്പെഷ്യൽ ആയിട്ട് ഇറങ്ങിയ പടം. അതുകൊണ്ട് തന്നെ പാട്രിയോട്ടിക് സിനിമയാണ്. അതുകൊണ്ടാണ് ഇത് കാണാൻ വൈകിയത്. കാരണം ഇപ്പോ ബോളിവുഡ് ആൻഡ് പാട്രിയോട്ടിക് ഫിലിംസ് ഇതിലും വെറുപ്പിക്കുന്ന ഒരു കോംബോ സ്വപ്നങ്ങളിൽ മാത്രമേ പറയാനുള്ളൂ. അജാതി കുത്തിക്കയറ്റലാണ് പാട്രിയോട്ടിസം. തമിഴ് സിനിമയിൽ പാസ് ഓൺ വെച്ചാൽ വെൻ ഇറ്റ് കംസ് ടു ബോളിവുഡ് ഇത് വന്നിട്ട് പാട്രിയോട്ടിസം ആണ്. പക്ഷെ ജോൺ എബ്രഹാമിന്റെ സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം കുറച്ച് വ്യക്തമാവും. അതായത് ആളുടെ പടങ്ങളൊക്കെ ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള വേദയും അതേപോലെ തന്നെ ഡിപ്ലോമാറ്റ് മാത്രം എടുത്തു നോക്കിയാൽ മതി. അൺറെക്കഗ്നൈസ്ഡ് ആണ്, അൺഅപ്രീഷിയേറ്റഡ് ആണ്, അണ്ടർ റേറ്റഡ് ആണ്. ആ ഒരു ലിസ്റ്റിലോട്ടുള്ള പുതിയ എൻട്രിയാണ് ടെഹ്റാൻ എന്ന് വേണമെങ്കിൽ പറയാം. പേഴ്സണലി എനിക്ക് നൈസ് പടമായിട്ടാണ് തോന്നിയത്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എടുത്തു വെച്ച സിനിമയാണ്. എത്ര പേർക്ക് ഇഷ്ടാവില്ല എന്നൊന്നും ഉറപ്പില്ല. ചിലർക്ക് ഇത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. പേഴ്സണലി എനിക്ക് നൈസ് ആയിട്ട് തോന്നിയ ഒരു സിനിമയാണ്. 2012 ഡൽഹിയിൽ ഒരു ബോംബ് ബ്ലാസ്റ്റ് നടന്നുണ്ട്. അപ്പൊ ആ കേസ് അന്വേഷിക്കാൻ നമ്മുടെ RK രാജീവ് കുമാർ ACP ആയിട്ട് ജോൺ എബ്രഹാം വരുന്നുണ്ട്. പിന്നീട് ആൾ ഇതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരു കോവേർട്ട് ഓപ്പറേഷന് പോകുന്നുണ്ട്. പിന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. 115 മിനിറ്റിന്റെ പടമാണ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ അത്യാവശ്യം നല്ല ഫാസ്റ്റ് പേസ്ഡ് പോണ പടം. സെക്കൻഡ് ഹാഫ് സ്ലോ ആവുന്നുണ്ട്. അവിടെ വെച്ച് ചിലർക്ക് ബോറിംഗ് ആയി തോന്നും. എനിക്ക് അത്യാവശ്യം നൈസ് ആയിട്ട് തോന്നി. കാരണം ഇപ്പോ പാട്രിയോട്ടിക് ഫിലിംസ് പറഞ്ഞു കഴിഞ്ഞാൽ ഗിമ്മിക്സ് ആണ്. അതായത് പാട്രിയോട്ടിസം കുത്തിക്കയറ്റല്. ഇതിനു വേണ്ടിയിട്ട് തന്നെ അവർ യൂണിവേഴ്സ് ഇറക്കിയിട്ടുണ്ട്. സ്പൈ വേഴ്സ് കോപ്പിലെ യൂണിവേഴ്സ് വേണ്ട. പക്ഷെ അവർക്ക് പാട്രിയോട്ടിസം കാണിക്കണം വെച്ചാൽ ബിക്കിനി വേണം, മസാല വേണം, ഡാൻസ് വേണം, പാട്ട് വേണം, കുറെ ഫൈറ്റും വേണം. പക്ഷെ ഇതിൽ അങ്ങനത്തെ ഗിമ്മിക്സും കാര്യങ്ങളൊന്നുമില്ല. നീറ്റായിട്ട് പ്ലെയിൻ ആയി എടുത്തു വെച്ചിട്ടുള്ള ഒരു പടം. ആൻഡ് ജോൺ എബ്രഹാം തന്നെ കിടിലം പെർഫോമൻസ് ആയിരുന്നു. ആൾ തന്നെയാണ് ഇതിൽ കൂടുതലായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. വേറെ ആർക്കും പെർഫോം ചെയ്യാൻ അതിൽ സ്പേസ് ഒന്നുമില്ല. റൊമാൻസും കാര്യങ്ങളും വെറുപ്പിക്കലൊന്നുമില്ല. 2-3 ഇമോഷണൽ സീൻസ് ഉണ്ട്. അതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു. അല്ല പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചിലവർക്ക് ഇത് ഇഷ്ടാവില്ല എന്നൊന്നും എനിക്ക് അറിയില്ല. ഇപ്പൊ ബോളിവുഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കോമാളിത്തരമാണ്. ഒന്നെങ്കിൽ നല്ല പടങ്ങൾ എടുത്ത് റീമേക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്പൈ വേഴ്സ് കോപ്പിലെ യൂണിവേഴ്സ്, മസാല, ഡാൻസ്, ബിക്കിനി, കിസ്സിങ്, കെട്ടിപ്പിടുത്തം ഇല്ലാത്ത അവർക്ക് ഒരു പടം ഇല്ല. ഇതെന്താണെന്ന് വെച്ചാൽ ജോൺ എബ്രഹാം ക്വാളിറ്റി പടങ്ങൾ വേണമെങ്കിൽ ഒരു ഫേസ് ഓഫ് ബോളിവുഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു നടനാണ് ഇപ്പൊ ജോൺ എബ്രഹാം. ആളുടെ പടങ്ങൾ എടുത്തു നോക്കി അറിയാം. ഡിപ്ലോമാറ്റ് മാത്രം എടുത്തു നോക്കിയാൽ മതി. എത്ര പേര് ഡിപ്ലോമാറ്റ് കണ്ടിട്ടുണ്ട്, എത്ര പേര് ഡിപ്ലോമാറ്റിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ തന്നെ മദ്രാസ് കഫേ പറഞ്ഞിട്ടൊരു പടമുണ്ട്. സോ അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കണ്ടു നോക്കേണ്ട ഒരു പടമാണ് ടെഹ്റാൻ. ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ കണ്ടു നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. അത് എത്ര പേർക്ക് വർക്ക് ആവുമെന്നും അറിയില്ല. ചിലർക്ക് വൻ ബോറിംഗ് ആയി തോന്നും. കാരണം ചിലപ്പോൾ എൻഗേജിങ് ആയി തോന്നില്ല. എനിക്ക് ഈ സ്ലോ പേസ്ഡ് പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നന്നായിട്ടാണ് തോന്നിയത്. C5 ഹിന്ദി ലാംഗ്വേജിൽ മാത്രമായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ സബ് ടൈറ്റിൽ ഉണ്ട്, വേണ്ടവർ കണ്ടു നോക്കാം.